ഹലോ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രശസ്തമായ ചരിത്ര സ്മാരകമായ വരിക്കശ്ശേരി മനയിലാണ് കേട്ടോ. ഈ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന രണ്ട് കഥാപാത്രങ്ങളാണ് വല്യേട്ടനും മംഗലശ്ശേരി നീലകണ്ഠനും. മാത്രമല്ല 300-ൽ പരം സിനിമകൾ ഷൂട്ട് ചെയ്ത മന കൂടിയാണിത്. പഴമയുടെ ഭംഗിയും കേരളത്തിൻ്റെ തനതായ നാലുകെട്ട് ശൈലിയുമൊക്കെ ഇന്നും അതുപോലെ നിലനിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഈ സ്ഥലം. ഇവിടെ നടക്കുമ്പോഴേ നമുക്ക് ആ പഴയ കാലത്തിലേക്ക്, ഞാൻ ഒരുപാട് പഴയതൊന്നും അല്ല എങ്കിലും ആ സിനിമ കണ്ട ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഈ മനയുടെ ശാന്തതയും ഭംഗിയും ശരിക്കും റിയലായിട്ട് അനുഭവിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് ഇത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ വിസിറ്റിങ്ങിനായിട്ട്. അപ്പോൾ എല്ലാവരും റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും എടുത്തു കുറേ ഫോട്ടോസ് കേട്ടോ. മിസൈൽ വിടുന്ന കണക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ തട്ടി വിടുവേ. പാലക്കാട് ജില്ലയിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൈതൃക സ്മാരകമായിട്ടാണ് കേട്ടോ ഈ മനയെ അറിയപ്പെടുന്നത്. മാത്രമല്ല 100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു മന കൂടെയാണ് കേട്ടോ ഇത്. ആരപ്പത് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ആ ഒരു ഡയലോഗൊക്കെ ഓർമ്മ വന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു പ്ലാവിൻ്റെ മൂട്ടിലെത്തി. ചക്ക കണ്ടപ്പോൾ തക്കുടിന് തൊട്ട് നോക്കാൻ കൊതിയായി കേട്ടോ. തൊട്ട് നോക്കിയപ്പം കയ്യിൽ മുള്ളു കൊണ്ടപ്പോൾ തക്കുട് പറയണേ കയ്യിൽ ഉറുമ്പ് കടിച്ചെന്ന്. വീണ്ടും ഉറുമ്പ് കടിക്കണ്ടോയെന്നറിയാൻ ചക്കയിലെല്ലാം മാറി തക്കുട് തൊട്ട് നോക്കുവാണ് കേട്ടോ. ഒരുപാട് പ്രശസ്തമായ മലയാള സിനിമകളുടെ ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്കൊക്കെ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. മുകളിൽ നിന്ന് നോക്കിയപ്പോഴാട്ടോ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.